സർക്കാരിന്റെ ഉമ്മേദ് പോർട്ടലിൽ കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് 79,905 വഖഫ് സ്വത്തുക്കൾ. ഉത്തർപ്രദേശിനും പശ്ചിമ ബംഗാളിനും പിന്നാലെ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കളുള്ള രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. അതേസമയം മുനമ്പം ഭൂമി ഉൾപ്പെടെ ഉമ്മേദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് സാങ്കേതിക നടപടി മാത്രമാണെന്നും കോടതിയുടെ അന്തിമ തീർപ്പിന് ശേഷമായിരിക്കും ഉടമസ്ഥാവകാശമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വഖഫ് ആസ്തികൾ അതാത് സംസ്ഥാനങ്ങൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അതാത് സ്റ്റേറ്റുകളിലെ വഖഫ് ബോർഡുകൾ അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. 79,905 പ്രോപ്പർട്ടികളാണ് കേരള വഖഫ് ബോർഡ് ഈ ഉമ്മീദ് പോർട്ടലിൽ കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ഒന്നാമത് ഉത്തർപ്രദേശാണ്. ഏകദേശം 1.53 ലക്ഷം പ്രോപ്പർട്ടികളാണ് UP രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൊട്ടു പിന്നിൽ പശ്ചിമ ബംഗാളാണ്. 1.32 ലക്ഷം പ്രോപ്പർട്ടിയാണ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് രാജ്യത്ത് കേരളമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നതും കേരളമാണ്. ഈ 79,905 പ്രോപ്പർട്ടികളിൽ മുനമ്പം ഭൂമിയും ഉണ്ട്. ഇത്തരത്തിൽ ഡിസ്പ്യൂട്ടുള്ള ഭൂമി കൂടി അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കമുണ്ടെങ്കിൽ പോലും അതിൽ അന്തിമ തീർപ്പ് കോടതിയുടേതായിരിക്കാം. ഏറെക്കുറെ 100% എന്ന് പറയത്തക്ക രീതിയിൽ തന്നെ കേരളത്തിലെ മുഴുവൻ പ്രോപ്പർട്ടീസും അതിനകത്ത് കയറ്റാൻ കഴിഞ്ഞു. മുനമ്പൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. മനമ്പടക്കമല്ല ഉണ്ടായതിനകത്ത് ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കും. കാര്യങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വഖഫ് പ്രോപ്പർട്ടികൾ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. രാജ്യത്താകെ ഏകദേശം 7,99,000 പ്രോപ്പർട്ടികളാണ് ഇതുവരെ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഈ വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടടക്കം ഒട്ടനവധി തർക്ക വ്യവഹാരങ്ങൾ കോടതികളിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു കണക്ക് കൂടി ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് വരുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.